എഴുത്ത് ദേവാംശി ദേവ. ഒരിക്കൽ കൂടി എന്നെ ഒന്ന് സ്നേഹിക്കാമോ മൃദു? ചന്തുവിൻ്റെ ചോദ്യം കേട്ടതും ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തി മൃദുല അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മറുപടി ഒന്നും പറയാതെ മൃദുല അവനുള്ള ഓട്സ് കോരിക്കൊടുത്തു. അതിനുശേഷം നനഞ്ഞ തുണി ഉപയോഗിച്ച് ചന്തുവിൻ്റെ മുഖവും ചുണ്ടുകളും തുടച്ചു. അവൻ ആഹാരം കൊടുത്ത പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അലക്കാനുള്ള തുണിയുമായി വീടിന് പുറകിലെ പുഴയിലേക്ക് പോകാനിറങ്ങുമ്പോഴായിരുന്നു അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത്. ഗൗതം കോളിംഗ്. കഴിച്ചോടി? കോൾ എടുത്തതും മറുഭാഗത്തു നിന്നുമുള്ള ചോദ്യം വന്നു. ഇല്ല. എന്തി? സമയത്രായിന്നറിയോ? അയാൾക്കിപ്പോൾ ആഹാരം കൊടുത്തതേ ഉള്ളൂ. ഇതുവരെ ഉറക്കമായിരുന്നു. എങ്കിൽ നിനക്ക് കഴിക്കാൻ പാടില്ലായിരുന്നോ? വിശപ്പില്ലായിരുന്നു. തലവേദന കുറഞ്ഞോ? അതൊക്കെ മാറി. പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ഞാൻ. എങ്കിലും പിന്നെയും പറയുക, പറ്റില്ലെന്ന് തോന്നുന്ന നിമിഷം വിളിക്കണം. കൊണ്ടുപോന്നോളാം ഞാൻ. അതിന് മറുപടിയായി പുഞ്ചിരിയോടെ അവൾ ചെറുതായി ഒന്ന് മൂളിയതേയുള്ളൂ. മറുവശം കോൾ കട്ടായി. മോളെ, അലക്കാൻ പോകുവാണോ? അമ്മ കൂടി വരാം സഹായത്തിന്. അത് കേട്ടതായി പോലും ഭാവിക്കാതെ അവൾ തുണികളും എടുത്ത് പുഴയിലേക്ക് നടന്നു. തുണികളൊക്കെ അലക്കി വെച്ച ശേഷം മൃദുല പുഴവക്കത്ത് കുറച്ചു നേരമിരുന്നു. പുഴയിലെ തെളിനീരിൽ പ്രതിധ്വനിക്കുന്ന അവളുടെ മുഖത്തിന് പഴയ മൃദുലയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അവൾ ഓർത്തു. എങ്ങനെ ബന്ധമുണ്ടാകാനാണ്? ഇത് തൻ്റെ 3ാം ജന്മമാണ്. ആദ്യത്തെ ജന്മത്തിൽ താനൊരു മകളായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും കുറുമ്പിയായ കുസൃതിക്കാരിയായ മകൾ. 2ാമത്തെ ജന്മത്തിൽ താനൊരു ഭാര്യയും മരുമകളുമായിരുന്നു. ഇത് തൻ്റെ 3ാം ജന്മമാണ്. മൃദുലയുടെ ഓർമ്മകൾ പുറകിലേക്ക് സഞ്ചരിച്ചു. മൃദുല, അച്ഛൻ്റെയും അമ്മയുടെയും ഇളയ മകൾ, ഏട്ടൻ്റെ കുഞ്ഞു പെങ്ങൾ, അധ്യാപകരുടെ പ്രിയങ്കരി. പഠനത്തിൽ മാത്രമല്ല, നൃത്തത്തിലും സംഗീതത്തിലുമെല്ലാം മുൻപന്തിയിലായിരുന്നു അവൾ. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് മൃദുല ആദ്യമായി ചന്തുവിനെ കാണുന്നത്. ഒരു ബന്ധുവിൻ്റെ വിവാഹത്തിന്. ആ വിവാഹത്തിൻ്റെ ഫോട്ടോഗ്രാഫർ ചന്തുവായിരുന്നു. ആ പരിചയം വളർന്ന് സൗഹൃദത്തിലും പ്രണയത്തിലുമെത്തി. എങ്കിലും വീട്ടുകാരറിയാതെ പ്രണയിച്ച് നടക്കാനൊന്നും അവൾക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചന്തു അവളുടെ വീട്ടുകാരുമായി സംസാരിച്ച് വിവാഹം നടത്തി. വിവാഹം കഴിഞ്ഞ് ചെന്നപ്പോഴാണ് ചന്തുവിൻ്റെ അമ്മയ്ക്ക് ഈ വിവാഹത്തിൽ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ലെന്ന് മനസ്സിലായത്. അവരുടെ കൂട്ടുകാരിയുടെ മകൾക്ക് ചന്തുവിനെ ഇഷ്ടമായിരുന്നു. അവരുടെ കൂട്ടുകാരിയുടെ മകൾ. അവർ തമ്മിലുള്ള വിവാഹത്തിന് ചന്തുവിൻ്റെ അമ്മ വാക്കും കൊടുത്തതായിരുന്നു. അത് നടക്കാതെ പോയതിൻ്റെ ദേഷ്യം മുഴുവൻ അവർ മൃദുലയോട് തീർത്തു. രാവിലെ എഴുന്നേൽക്കാൻ വൈകിയാൽ, കറിയിൽ ഉപ്പ് കൂടിപ്പോയാൽ, എരിവ് കുറഞ്ഞു പോയാൽ, പുളിയില്ല തുടങ്ങിയ എന്ത് കാര്യത്തിനും അവർ കുറ്റം കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. ചന്തുവിനോടുള്ള സ്നേഹം കൊണ്ട് അതൊക്കെ ക്ഷമിക്കാൻ അവൾ തയ്യാറായില്ലെങ്കിലും അവൻ അതൊന്നും മനസ്സിലാക്കിയില്ല. രാവിലെ ഇറങ്ങിപ്പോകുന്നവൻ രാത്രിയാണ് വരുന്നത്. അവളുടെ ശരീരത്തെ മാത്രമേ അവൻ സ്നേഹിച്ചിരുന്നുള്ളൂ. അവളെക്കുറിച്ചോ അവളുടെ ഇഷ്ടങ്ങളെക്കുറിച്ചോ അവളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ അവൻ തിരക്കിയിരുന്നില്ല. അവനോടൊത്തുള്ള ജീവിതം അവൾ മടുത്തു തുടങ്ങിയപ്പോഴാണ് അവൻ്റെ കുഞ്ഞ് അവളുടെ ഉദരത്തിൽ തുടിച്ചു തുടങ്ങിയത്. ഇപ്പം നമുക്കൊരു കുഞ്ഞ് വേണ്ടേ? കുറച്ചുകൂടി കഴിയട്ടെ. സന്തോഷത്തോടെ അവനോട് വിശേഷം പറഞ്ഞ മൃദുലയോടുള്ള ചന്തുവിൻ്റെ പ്രതികരണം അങ്ങനെയായിരുന്നു. എന്താ ഏട്ടായി പറയുന്നേ? നമ്മുടെ കുഞ്ഞല്ലേ ഇത്? മൃദു, പറഞ്ഞാൽ മനസ്സിലാക്ക്. ഗർഭിണിയായിക്കഴിഞ്ഞാൽ ഒരുപാട് റെസ്റ്റ് എടുക്കേണ്ടി വരും. നമുക്ക് നമ്മുടെ ലൈഫ് ആസ്വദിക്കാൻ പറ്റില്ല. ഛേ, നിങ്ങളൊരു മനുഷ്യനാണോ? സ്വന്തം സുഖത്തിന് വേണ്ടി കുഞ്ഞിനെ വേണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു? നീ എന്നെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട. ഞാൻ പറയുന്നത് കേട്ടാൽ മതി. പറ്റില്ല. ഇതെൻ്റെ കുഞ്ഞാണ്. ഇതിനെ എനിക്ക് വേണം. ഞാൻ വളർത്തു. നിന്റെ കുഞ്ഞ്. അപ്പോൾ അതിൻ്റെ അച്ഛൻ ആരാണെന്ന് കൂടി പറയ്. ചന്തുവിൻ്റെ ചോദ്യം കേട്ട് അവൾക്ക് അവനോട് അറപ്പ് തോന്നി. പറയടി, ആരാ കുഞ്ഞിൻ്റെ അച്ഛൻ? അതാരാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവൾ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയി. എന്തു വന്നാലും ആ കുഞ്ഞിനെ കളയില്ലെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. എന്നിട്ടും അവൾ പോലും അറിയാതെ ഒരു ഗുളികയിൽ
ചന്തു ആ കുഞ്ഞിനെ കളഞ്ഞു. അത് മൃദുലയെ മാനസികമായി തളർത്തി. ഹോസ്പിറ്റലിൽ നിന്നും മൃദുല അവളുടെ വീട്ടിലേക്കാണ് പോയത്. മാനസികമായി അവൾക്ക് പിന്തുണ കൊടുക്കേണ്ട വീട്ടുകാർ എത്രയും വേഗം അവളെ ചന്തുവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു. മൃദുലയുടെ ഏട്ടൻ്റെ വിവാഹം ഉറപ്പിച്ചതിനാൽ സഹോദരി വീട്ടിൽ വന്ന് നിൽക്കുന്നത് നാണക്കേടായിരുന്നാണ് അവരുടെ പക്ഷം. തിരികെ പോയ മൃദുല ആരോടും ഒന്നും മിണ്ടാതെ അവർ പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിച്ചു. ചന്തു അവൻ്റെ സന്തോഷം മാത്രം കണ്ടു. അവൻ്റെ അമ്മ അവളെ കൂടുതൽ ഉപദ്രവിച്ചു. ദിവസങ്ങൾ മുൻപോട്ട് പോയി. വർഷം 2 കഴിഞ്ഞിട്ടും മൃദുല ഗർഭിണിയായില്ല. അതിൻ്റെ കുറ്റം അമ്മയും മകനും അവൾക്ക് ചാർത്തി കൊടുത്തു. അമ്മയോടൊപ്പം ചന്തുവും അവളെ ശത്രുപക്ഷത്ത് കണ്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. എല്ലാം അവൾ സഹിച്ചു. ആരോടും ഒന്നും പറഞ്ഞില്ല. ഒടുവിൽ ചന്തു തന്നെ ഡിവോഴ്സ് ആവശ്യപ്പെട്ടു. എതിരൊന്നും പറയാതെ മൃദുല ഒപ്പിട്ട് കൊടുത്തു. കോടതിയിൽ ഹിയറിംഗ് തുടങ്ങി. തിരികെ വീട്ടിലേക്ക് ചെന്ന മൃദുലയെ തന്നിഷ്ടക്കാരിയായും തൻ്റെടിയായും വീട്ടുകാർ മുദ്രകുത്തി. ചന്തുവിൻ്റെ വീട്ടിലേതിനേക്കാൾ മാനസികമായ പീഡനം അവൾക്ക് സ്വന്തം വീട്ടിൽ നിന്നും നേരിടേണ്ടി വന്നു. അവരുടെ കാഴ്ചപ്പാടിൽ ഭൂമിയോളം ക്ഷമിക്കുന്നവളാവണം പെണ്ണ്. പക്ഷെ പാതാളത്തിലായിരുന്നുവെന്ന് അവളുടെ ജീവിതമെന്ന് ആരും മനസ്സിലാക്കിയില്ല. ഒടുവിലൊരു ജോലി കണ്ടെത്തി. അവൾ ഹോസ്റ്റലിലേക്ക് മാറി. അവളിലേക്ക് ഒതുങ്ങി അവൾ ജീവിച്ചു തുടങ്ങി. ഗൗതം. ആ സമയത്തായിരുന്നു അവൻ്റെ കടന്നുവരവ്. അകന്നു നിന്നവളിലേക്ക് മനഃപൂർവ്വം അവൻ അടുക്കുകയായിരുന്നു. ഒരിക്കലും തുറക്കില്ലെന്ന് വാശി പിടിച്ചവളുടെ മനസ്സവൻ തുറന്നു. അവൾക്ക് സ്നേഹവും സാന്ത്വനവും നൽകി. അവളും അവനെ സ്നേഹിച്ചു തുടങ്ങി. ആരുമില്ലാത്തവൾക്ക് അവൻ ആരൊക്കെയോ ആയി. അമ്മയുടെ കൂട്ടുകാരിയുടെ മകളുമായി ചന്തുവിൻ്റെ വിവാഹം ഉറപ്പിച്ചതും ഡിവോഴ്സ് കിട്ടിയാൽ ഉടനെ അത് നടക്കുമെന്നുമൊക്കെ മൃദുല അറിഞ്ഞെങ്കിലും അതൊന്നും അവളെ ബാധിച്ചില്ല. ഗൗതം അവനായിരുന്നു അവളുടെ സന്തോഷം. ഡിവോഴ്സിൻ്റെ വിധി വരുന്ന ദിവസം കോടതിയിലേക്ക് പോകുമ്പോഴാണ് ചന്തുവിൻ്റെ ബൈക്ക് ആക്സിഡൻ്റ് ആകുന്നത്. നട്ടെല്ലിന് പരിക്കുപറ്റി ചന്തു കിടപ്പിലായി. തിരികെ ജീവിതത്തിലേക്ക് വരാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയതറിഞ്ഞ് ചന്തു വിവാഹം കഴിക്കാനിരുന്ന പെൺകുട്ടി അവനെ ഉപേക്ഷിച്ചു പോയി. ഒരു ദിവസം രാവിലെ മൃദുല കണി കാണുന്നത് ചന്തുവിൻ്റെ അമ്മയാണ്. മോള് തിരിച്ചു വരണം. എൻ്റെ മോൻ ആരുമില്ല. ഞാനും എൻ്റെ മോനും നിന്നോട് ചെയ്ത എല്ലാ തെറ്റിനും ഞങ്ങൾ ക്ഷമിച്ച് മോൾ എന്നോടൊപ്പം വരണം. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവരത് പറഞ്ഞത്. അവൾ മറുപടിയൊന്നും പറയാതെ മുറിയിൽ കയറി വാതിലടച്ചു. നീ എന്ത് തീരുമാനിച്ചു? ഗൗതം അവളുടെ കണ്ണിലേക്ക് നോക്കി. എനിക്ക് പോകണം ഗൗതം. അയാളെ നോക്കാൻ എനിക്ക് പോകണം. സ്നേഹം കൊണ്ടല്ല, ഒരു ഭാര്യയുടെ വില അയാളെ അറിയിക്കാൻ. കൂടെ കിടക്കാനുള്ളവൾ മാത്രമല്ല ഭാര്യയെന്ന് അയാളെ മനസ്സിലാക്കിക്കാൻ ഈശ്വരൻ എനിക്ക് തന്ന അവസരമാണത്. പക്ഷേ ഒരു പക്ഷേയുമില്ല. താൻ പോയിട്ട് വാ, ഞാനുണ്ട് കൂടെ. പൂർണ്ണ മനസ്സോടെ ഗൗതം അവളെ ചന്തുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. മോളിവിടെ ഇരിക്കുകയാണോ? ഒന്നും കഴിച്ചില്ലല്ലോ. എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും കഴിക്ക്. മൃദുല ചന്തുവിൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവരുടെ സ്നേഹം കണ്ടപ്പോൾ അവൾക്ക് പുച്ഛമാണ് തോന്നിയത്. മുൻപ് വിശപ്പ് മാറാനുള്ള ആഹാരം ഒരിക്കലും അവർ തന്നിട്ടില്ലെന്ന് അവൾ ഓർത്തു. 2 വർഷങ്ങൾ കടന്നുപോയി. ഒരിക്കലും കിടക്കയിൽ നിന്നും എഴുന്നേൽക്കില്ലെന്ന് ഉറപ്പിച്ച ചന്തു എഴുന്നേറ്റ് നടന്നു തുടങ്ങി. അത് മൃദുലയുടെ കഴിവാണെന്ന് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരുപോലെ പറഞ്ഞു. അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ചന്തു ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും അതിനവന് കഴിഞ്ഞില്ല. നീ ഇവിടുന്ന് പോകുന്നെന്ന് പറഞ്ഞു അവളുടെ അച്ഛനാണ് ചോദിച്ചത്. പതിവില്ലാതെ വെളുപ്പിനെ തന്നെ മൃദുലയുടെ അച്ഛനും അമ്മയും ഏട്ടനും വീട്ടിലേക്ക് വന്നതാണ്. ഞാൻ വന്ന കാര്യം കഴിഞ്ഞു. അയാൾ എഴുന്നേറ്റ് നടന്നു തുടങ്ങി. ഇനി എൻ്റെ ആവശ്യം എന്താ? ഞാൻ പോവാ. എങ്ങോട്ട്? അവൻ നിന്റെ ഭർത്താവാ. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവനോടൊപ്പം ജീവിച്ചോണം. അവളുടെ ഏട്ടൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ ഏട്ടാ? പെണ്ണുങ്ങൾക്ക് ഇത്ര അഹമ്മതി പാടില്ല. ചന്തുവിൻ്റെ അമ്മയാണിത് പറഞ്ഞത്. മൃദുല അത് ശ്രദ്ധിക്കാൻ പോയില്ല. കുടുംബത്തിൻ്റെ മാനം കളയാൻ ശ്രമിച്ച കൊന്നുകളയും ഞാൻ. മൃദുലയുടെ അമ്മ അവൾക്ക് നേരെ കൈയോങ്ങി. ആരും ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് തെറ്റായിരിക്കും. ഈ ലോകം മുഴുവൻ എനിക്ക് നേരെ തിരിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് ഞാൻ ചെയ്യുന്നത് ശരിയാണ്. ഇയാളൊന്ന് വീണെന്ന് കേട്ടപ്പോൾ ഞാൻ ഓടി വന്നത് സ്നേഹം കൊണ്ടോ മനുഷ്യത്വം കൊണ്ടോ അല്ല. അത് രണ്ടും കിട്ടാനുള്ള ഒരർഹതയും ഇയാൾക്കില്ല. പിന്നെ എന്തിനടി നീ ഇങ്ങോട്ടേക്ക് വന്നത്? മൃദുലയുടെ അച്ഛനാണ് ചോദിച്ചത്. അറിയിച്ചു കൊടുക്കാൻ.
ഭാര്യയായി കയറി വരുന്ന പെണ്ണിൻ്റെ വില എന്താണെന്ന് അമ്മയ്ക്കും മോനും അറിയിച്ചു കൊടുക്കാൻ. ഭാര്യ എന്താണെന്ന് ഇയാൾ നന്നായിപ്പോൾ അറിഞ്ഞു. ഇനി എനിക്ക് പോകാം. മോളെ, നിന്നോട് ചെയ്തതിനെല്ലാം ഞങ്ങൾ മാപ്പ് പറഞ്ഞല്ലോ. ഇനി നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കരുത് മോളെ. ചന്തുവിൻ്റെ അമ്മ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവളാ കൈ തട്ടി മാറ്റി. അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ജീവിക്കുന്നത്. ഞാനൊരാളുമായി ഇഷ്ടത്തിലാണ്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. നീ എന്തൊക്കെയാണ് മൃദു ഈ പറയുന്നത്? നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങളെങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? അല്ലെങ്കിലും ഏട്ടൻ എന്നും നാട്ടുകാരെ പറ്റിയല്ലേ ചിന്തിച്ചിട്ടുള്ളൂ. എന്നെപ്പറ്റി ഓർത്തിട്ടുണ്ടോ? എനിക്ക് മറ്റുള്ളവരെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതെൻ്റെ തീരുമാനമാണ്, എൻ്റെ ജീവിതമാണ്. നിയമപരമായി നീ ഇപ്പോഴും എൻ്റെ ഭാര്യയാണ്. ഞാൻ ഡിവോഴ്സ് തരാതെ നീ വേറൊരുത്തിനൊപ്പം എങ്ങനെ ജീവിക്കും? നിയമപരമായ വിവാഹത്തിനോ താലി കെട്ടാനോടോ ഒന്നും എനിക്കിപ്പം വിശ്വാസമില്ല മിസ്റ്റർ ചന്തു. നല്ലൊരു ദാമ്പത്യ ജീവിതത്തിനാവശ്യം പരസ്പര വിശ്വാസവും പ്രണയവുമാണ്. അത് ഞങ്ങൾക്കുണ്ട്. മൃദുല പറഞ്ഞു നിർത്തിയതും മുറ്റത്ത് ഗൗതമിൻ്റെ കാറ് വന്നു നിന്നു. ഇത് ഗൗതം. ഇനി മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കാൻ പോകുന്നത്. നിന്റെ തീരുമാനം മാറിയില്ലെങ്കിൽ ഞങ്ങൾക്കിനി ഇങ്ങനെയൊരു മകളില്ലെന്നല്ലേ അച്ഛൻ പറയാൻ പോകുന്നത്? ഇതുവരെയും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അച്ഛ. അപ്പം ഇനിയും അങ്ങനെ തന്നെ മതി. ശാന്തമായി തന്നെ അവൾ അച്ഛനോട് പറഞ്ഞു. അവളുടെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് എല്ലാവർക്കും ഉറപ്പായി. ചന്തു ഗൗതമിനെ നോക്കിക്കാണുകയായിരുന്നു. തന്നേക്കാൾ ചെറുപ്പം, തന്നേക്കാൾ സുന്ദരൻ. അവൻ്റെ സാമ്പത്തിക സ്ഥിതി വിളിച്ചു പറയുന്നതായിരുന്നു പുറത്തു കിടക്കുന്ന കാർ. പോകാം, അവൾ ഗൗതമിനോട് ചോദിച്ചപ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ച് മുൻപോട്ട് നടന്നു അവരുടെ ജീവിതത്തിലേക്ക്. അത് കണ്ട് ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കാൻ മാത്രമേ മറ്റുള്ളവർക്ക് കഴിഞ്ഞുള്ളൂ. ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.